വേനലവധിയോ മഴയവധിയോ ഈ ചർച്ച സജീവമാക്കിയിരിക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടിയാണ്. നമ്മുടെ വേനലവധി നമുക്കറിയാം ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. അത് വലിയ മഴയുള്ള മൺസൂൺ കാലമായ ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റിയാലോ എന്ന ഒരു ചോദ്യം ഫേസ്ബുക്കിലൂടെ വി ശിവൻകുട്ടി ചോദിക്കുന്നു. അത് ഒരു നിർദ്ദേശമായി, ഒരു ചർച്ചയ്ക്കുള്ളൊരു വിഷയമായാണ് മന്ത്രി അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ചർച്ച ചെയ്യൂ, അതിനുശേഷം അതിൽ കുട്ടികൾക്കുതകുന്ന ഒരു തീരുമാനമെടുക്കാം എന്നതായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം. അതനുസരിച്ചുള്ള ഒരു ആരോഗ്യപരമായ ചർച്ച നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്തരം മാതൃകകളൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി അതിന് തുടക്കമിട്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ അവധിക്കാലം നിലവിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ഈ മാസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത ചൂട് അനുഭവപ്പെടുന്നത് കുട്ടികൾക്ക് പലപ്പോഴും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. അതേസമയം മൺസൂൺ കാലയളവായ ജൂൺ ജൂലൈ മാസങ്ങളിൽ കനത്ത മഴ കാരണം പലപ്പോഴും ക്ലാസുകൾക്ക് അവധി നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ട്. അപ്പോൾ രണ്ട് കാലങ്ങളും ക്ലൈമറ്റ് എക്സ്ട്രീം ലെവലാണ് നമ്മളെ സംബന്ധിച്ച് ഉണ്ടാകുന്നത്. രണ്ടും അപകടകരവുമാണ്. അപ്പോൾ ഏതാണ് ബെറ്റർ എന്നൊരു തീരുമാനം നമുക്ക് പെട്ടെന്ന് എടുക്കുക അത്ര പോസിബിൾ അല്ല. അതിൽ കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഏതാണ് മികച്ചത് അതിലൊരു ചർച്ച നടക്കട്ടെ എന്നതാണ് മന്ത്രി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മാറ്റി കനത്ത മഴയുള്ള ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ഒരു പൊതു ചർച്ചയ്ക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ആരോഗ്യപരമായ ചർച്ച തന്നെ ഇപ്പോൾ നടന്നു വരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് മന്ത്രി ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ ചർച്ചകൾ നടക്കുന്നുണ്ട്. പല കോണുകളിൽ നിന്ന് ആളുകൾ മന്ത്രിയുടെ ഫേസ്ബുക്കിൽ തന്നെ പ്രതികരിക്കുന്നു. മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ചയാക്കുന്നു. പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യുമ്പോൾ കൂടുതൽ വ്യക്തതകൾക്കായി ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ ഞങ്ങളുടെ മോർണിംഗ് ഷോയിലേക്ക് ക്ഷണിച്ചിരുന്നു. അദ്ദേഹം വരികയും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ആരെയും ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കില്ല. കുട്ടികളുടെ ഭാവിക്ക് ഏതാണോ നല്ലത് ആ തീരുമാനത്തിലേക്ക് നമുക്ക് എത്തണം. അതിന് കൃത്യമായ ചർച്ചകൾ ഉണ്ടാകണം. ആ ചർച്ചയ്ക്കാണ് താൻ തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന തൻ്റെ എന്താണോ താൻ ഉദ്ദേശിച്ചത് അത് കുറച്ചുകൂടി വ്യക്തമായി മന്ത്രി ഇന്ന് ഞങ്ങളോട് പറഞ്ഞു. ആദ്യം മന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. ഞാനിതൊരു ഔദ്യോഗിക കാര്യമായിട്ടല്ല പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, വ്യക്തിപരമായ അഭിപ്രായമാണ്. കാരണം കഴിഞ്ഞ 4 വർഷക്കാലത്തെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നതിന് വേണ്ടി തയ്യാറായത്. ആ ചർച്ചയുടെ ഫലമായി നമുക്ക് വരേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് 1% മുന്നിൽ നിൽക്കുന്ന അഭിപ്രായം. ആ അഭിപ്രായം കുട്ടികൾക്ക് ഗുണമാവണം. ഏത് തീരുമാനം എടുത്താലും കുട്ടികൾക്ക് അത് ഗുണമാകണം എന്നുള്ള നിലയിലുള്ള നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏതെങ്കിലും വിദ്യാലയങ്ങളിൽ ഉണ്ടായാൽ ഗവൺമെന്റിന്റെ ശമ്പളം വാങ്ങിക്കൊണ്ട് ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന വ്യക്തികൾ ഗവൺമെന്റ് ഉത്തരവുകൾ പാലിക്കാൻ ബാധ്യത ഉണ്ട്. ആ ഗവൺമെന്റ് ഉത്തരവുകൾ പാലിക്കാൻ ബാധ്യത ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മന്ത്രി നയം വ്യക്തമാക്കുകയാണ്. അപ്പോൾ മന്ത്രി നയം വ്യക്തമാക്കിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ നമുക്ക് നോക്കാം എന്താണ് അനുകൂലമായും പ്രതികൂലമായും ഇതിനുള്ള സാഹചര്യങ്ങളെന്ന്. എതിർപ്പുന്നയിക്കുന്നവർ പറയുന്നത് ഈ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നമ്മളുടെ വേനലവധി വരുന്നതെങ്കിൽ അത് ദേശീയ പരീക്ഷകളെ ഉൾപ്പെടെ നമുക്കറിയാം പല തരത്തിലുള്ള എൻട്രൻസ് എക്സാമുകൾ നടക്കുന്ന സമയത്തെ ബാധിക്കും. അത് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യവും. കാരണം കേരളത്തിന്റെ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് മാത്രമല്ല നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസം ഒക്കെ കുട്ടികൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി എതിരഭിപ്രായം ഉന്നയിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാരണം. മറ്റൊന്ന്, വലിയ ചൂട് സമയത്ത് നമ്മൾ അവധി നൽകിയിരിക്കുന്നത് ഒരുപാട് തരത്തിലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഇടമാണ്. മാത്രവുമല്ല വലിയ രീതിയിൽ കുടിവെള്ളക്ഷാമമൊക്കെ ഉണ്ടാകുന്ന അവസരമാണ്. കുട്ടികൾ സ്കൂളിലെത്തുകയാണെങ്കിൽ അങ്ങനെ കുടിവെള്ളക്ഷാമമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. മാത്രവുമല്ല കുട്ടികൾ ആ സമയത്ത് ഇങ്ങനെ അടുത്തടുത്തിരുന്ന് പഠിക്കുന്നതൊക്കെ ഒരുപാട് സാംക്രമിക രോഗങ്ങൾ പകരുന്നതിനൊക്കെ ഇടയാകും. അങ്ങനെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എതിർപ്പുന്നയിക്കുന്നവർ. അപ്പോൾ അങ്ങനെയുള്ള എതിർപ്പുകൾ വരുന്ന സമയത്ത് ഏതാണ് ഇപ്പോൾ മഴയത്തായെങ്കിൽ പോലും നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാനുണ്ടാവും. അപ്പോൾ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണ് എന്നെ സംബന്ധിച്ച് മെയ് ജൂൺ എന്ന ഒരു നിർദ്ദേശം അതും മന്ത്രി തന്നെ മുന്നോട്ട് വെച്ചതാണ്. ഏപ്രിൽ മെയ് അല്ലെങ്കിൽ മെയ് ജൂൺ അല്ലെങ്കിൽ ജൂൺ ജൂലൈ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഏപ്രിൽ മെയ് മാസങ്ങളായിരിക്കും നല്ലത് എന്ന ചില അഭിപ്രായങ്ങൾ കൂടി ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ നടക്കുന്നു. ഇനി മന്ത്രി നിർദ്ദേശിച്ച
ജൂൺ ജൂലൈയെ അനുകൂലിക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നത് കൂടി നോക്കാം. മഴക്കാലത്ത് കുട്ടികൾ സ്കൂളിൽ പോകുന്നത് ഭീതിജനകമായ സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ മഴക്കാലങ്ങളൊക്കെ നമുക്ക് നല്ല ഓർമ്മകളൊന്നും അല്ല സമ്മാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഭീതിജനകമാണ് എന്ന് കരുതുന്ന കുറേയധികം ആളുകളുണ്ട്. കുട്ടികൾക്ക് ആ സമയത്ത് സുരക്ഷിതമായി വീടുകളിലിരിക്കാൻ കഴിയുന്നത് ഉചിതമാണ് എന്ന് പറയുന്നവരുണ്ട്. പകർച്ചവ്യാധികൾ മഴക്കാലത്തുണ്ടാകാറുണ്ട്. അപ്പോൾ ആ സമയത്ത് കുട്ടികൾ സ്കൂളിൽ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന അഭിപ്രായമുള്ളവരുണ്ട്. അപ്പോൾ മെയ് ജൂൺ മാസങ്ങളെ പിന്തുണയ്ക്കുന്നവരും ഉണ്ട്. കടുത്തൽ വേനൽ അതൊരു പ്രശ്നമാണ്. ഈ മൺസൂണിലെ വലിയ മഴ അതും ഭീതിജനകമായ സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് നോക്കിയാൽ ബ്രിട്ടീഷുകാരാണ് ഈ കൊടും ചൂട് താങ്ങാൻ വയ്യാതെ വേനൽ അവധി എന്നൊരു കോൺസെപ്റ്റ് രൂപപ്പെടുത്തുന്നതും അങ്ങനെ അവധി ആ കാലത്തേക്ക് ആയതും ബ്രിട്ടീഷുകാരുടെ തീരുമാനപ്രകാരമാണ്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കാലാനുസൃതമായ ഒരു മാറ്റം ഈ അവധിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അത് കൃത്യമായ പഠനങ്ങളുടെയും മറ്റുമൊക്കെ അടിസ്ഥാനത്തിൽ വേണം. പക്ഷേ ഈ മൺസൂൺ കാലം എന്ന് പറയുമ്പോൾ നമ്മൾ പരിശോധിച്ചാൽ നമ്മളുടെ പ്രളയകാലം വലിയ ദുരനുഭവങ്ങളുടേതായിരുന്നു. നമുക്ക് ഒരുപാട് അവധികൾ ഈ ദിവസങ്ങളിൽ നൽകേണ്ടി വരുന്നു. ആ അവധി കാത്ത് കുട്ടികൾക്ക് ഇരിക്കേണ്ടുന്ന സാഹചര്യം വരുന്നു. കളക്ടർമാർ രാവിലെ വൈകി മാത്രം അവധി പ്രഖ്യാപിക്കുന്നത് കുട്ടികളെ ഏറെ ദുരിതത്തിലാക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ നമ്മൾ ഈ മൺസൂൺ കാലത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുവരികയാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പിന്നീട് ഉള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് മൺസൂൺ എത്രമാത്രം കൃത്യമായി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ്. നമ്മളുടെ ഒരു പ്രളയം ഓഗസ്റ്റ് മാസത്തിലാണ് ഉണ്ടായത് എന്നത് മറന്നുകൂടാ. അപ്പോൾ അങ്ങനെ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി നമ്മളുടെ വേനലവധി കൊണ്ടുപോകാൻ കഴിയുമോ എന്നതറിയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസമാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ വാർഷികം കടന്നുപോയ ദിവസം കഴിഞ്ഞ ദിവസമായിരുന്നു. അന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം അതിതീവ്ര മഴ പെയ്ത ഇടങ്ങളിൽ ഗ്രീൻ അലർട്ട് മാത്രമാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു വർഷത്തിനിടയിൽ വലിയ മാറ്റം ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പരിഗണിക്കും, എങ്ങനെയാണ് അതിനനുസരിച്ചൊരു അവധിക്രമം തയ്യാറാക്കുക എന്നതൊക്കെ ഒരുപാട് ചർച്ചകൾക്ക് ശേഷം മാത്രം തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ്. എന്തായാലും മന്ത്രി ഒരു മാതൃകാപരമായ സമീപനം ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ചർച്ചകൾ നടക്കട്ടെ. ആ ചർച്ചകൾ ഏതെങ്കിലും സഭകളുമായോ മതസംഘടനകളുമായോ ഒന്നുമായി ബന്ധപ്പെട്ടല്ല, പകരം കുട്ടികളുടെ ക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കുന്നവരുമായി, വിദ്യാഭ്യാസ വിദഗ്ധരുമായി, ആരോഗ്യ പ്രവർത്തകരുമായി ഒക്കെയാണ് ആ ചർച്ചകൾ നടക്കേണ്ടത്. ആ ചർച്ചകൾ നടത്തി കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യം എന്ന് തോന്നുന്ന സമയത്തേക്ക് നമുക്ക് അവധികൾ വേണമെങ്കിൽ മാറ്റാം. അതിന് ഇപ്പോൾ കിട്ടുന്ന പോലെയുള്ള പിന്തുണ മന്ത്രിക്ക് തുടർന്നും കിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ സമീപനം എന്തായാലും മാതൃകാപരമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. വിദ്യാഭ്യാസ മന്ത്രി ഒരു ചർച്ചയ്ക്ക് അത് വെച്ചൊന്നും തെറ്റൊന്നുമല്ല. അദ്ദേഹം വിചാരിച്ചത് കാരണം 60 ദിവസത്തിൽ ഒരുപാട് ദിവസം അവധി കൊടുക്കേണ്ടി വന്നു. ഇത് കുട്ടികൾക്ക് അല്ലേ, കുട്ടികൾക്ക് അവധി കൊടുക്കേണ്ടി വന്നു. കനത്ത മഴയായതുകൊണ്ട് അതിന് അവധിയുള്ളത് കൊണ്ട് ക്ലാസ് അടക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ സഭയെ അവധി കൊടുത്താൽ പോലെ എന്നാണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കണം. ചർച്ച ചെയ്തോട്ടെ, ചർച്ച ചെയ്യട്ടെ, തീരുമാനമൊന്നും എടുക്കരുത്. നമ്മൾ എല്ലാത്തിലൊന്നും കയറി അങ്ങനെ എതിർക്കില്ല. അതിൽ ഞങ്ങൾക്കുള്ള അഭിപ്രായം ഞങ്ങൾ പറയും. അഭിപ്രായം ഞങ്ങൾ എല്ലാവരുമായിട്ടൊന്ന് ചർച്ച ചെയ്തിട്ട് പറയും. പല വശങ്ങളുണ്ട് ഇതിനകത്ത്. ഈ ചൂടിന്റെ വിഷയമുണ്ട്, അങ്ങനെ ഈ മഴക്കാലത്ത് വെക്കേഷൻ കിട്ടിയതുകൊണ്ട് കുട്ടികൾക്കൊന്ന് കളിക്കാൻ പറ്റുമെന്നുള്ള പ്രശ്നമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്കൊരു എല്ലാ കൂടിയുള്ളൊരു അവധിയും എല്ലാം കൂടിയല്ലേ. എല്ലാ വിവിധ വശങ്ങൾ, ശാരീരികവും മാനസികവും കാലാവസ്ഥപരവുമായ കാരണങ്ങളെല്ലാം ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിൽ എടുക്കാൻ പറ്റും. ശരി, എന്തായാലും ചർച്ചകൾ നടക്കട്ടെ എന്ന് നമ്മളും ആശിക്കുന്നു. ഇടവേളയിലേക്ക്.